നമസ്കാരം. നമ്മുടെ ഇന്ത്യ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ സ്വന്തം റേഡിയോ CUവിൽ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ഞങ്ങൾ JLPSU ക്യാമ്പസിലെ കൊച്ചു കൂട്ടുകാർ ആൻഡ് ഇറ്റ്സ് മീ ജഗത് പ്രദീപ് ഫ്രം 3rd E. വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട പ്രിയ കൂട്ടുകാർക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന സന്ദേശത്തോടെ റേഡിയോ CUവിലെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഇനി കേട്ടറിയാം JLPSU ക്യാമ്പസിന്റെ കൂടുതൽ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ദേശഭക്തി ഗാനങ്ങൾ പകർന്നു കൊടുത്ത ഊർജം ചെറുതല്ല. സ്വാതന്ത്ര്യ സമര സ്മരണകൾ ഉണർത്തിക്കൊണ്ട് നമുക്ക് കേൾക്കാം ഒരു ദേശഭക്തി ഗാനം. അവതരിപ്പിക്കുന്നത് ആദിലക്ഷ്മി 4th E, നവമി ആപ്തി 3rd B, പാർവണ 4th E, ശിവദ 4th B, അദമ്യ 3rd E, ജാൻവി ജിതേഷ് 2nd D, അരുണിമ സജിത് 2nd B, ശ്രേയ 3rd C and ലക്ഷ്മിക 3rd E. വന്ദേ ഭാരതം ഭാരതം വന്ദേ ഭാരതം ഭാരതം വന്ദേ ഭാരതം ഭാരതം വന്ദേ ഭാരതാംബികേ വന്ദേ ഭാരതം ഭാരതം വന്ദേ ഭാരതം ഭാരതം വന്ദേ ഭാരതം ഭാരതം വന്ദേ ഭാരതാംബികേ. എന്റെ മാതൃഭൂമി ഭാരതം ഭാരതം എന്റെ ജന്മഭൂമി ഭാരതം ഭാരതം എന്റെ മാതൃഭൂമി ഭാരതം ഭാരതം എന്റെ ജന്മഭൂമി ഭാരതം ഭാരതം ഗംഗ തന്നൊഴുക്കിനാൽ പവിത്രമായ ഭാരതം അദ്വൈത കീർത്തിയാർന്ന ധന്യ ഭാരതം ഗംഗ തന്നൊഴുക്കിനാൽ പവിത്രമായ ഭാരതം അദ്വൈത കീർത്തിയാർന്ന ധന്യ ഭാരതം വിശ്വമാകെ കേളിക്കേട്ട എന്റെ ഭാരതം സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം എന്റെ മാതൃഭൂമി ഭാരതം ഭാരതം എന്റെ ജന്മഭൂമി ഭാരതം ഭാരതം ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യാനി സിഖും ബുദ്ധരും ജൈനവാസിയും ഒത്തുവാഴും ഭാരതം ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യാനി സിഖും ബുദ്ധരും ജൈനവാസിയും ഒത്തുവാഴും ഭാരതം സത്യമുണർത്തും നീതി പുലർത്തും ശക്തി തന്നുത്തമ ഭാരതം പിതാമഹർ പടുത്തുയർത്തി സ്വർഗ ഭാരതം ഇതെന്റെ ഭാരതം പുണ്യ ഭാരതം ഇതെന്റെ ഭാരതം പുണ്യ ഭാരതം എന്റെ മാതൃഭൂമി ഭാരതം ഭാരതം എന്റെ ജന്മഭൂമി ഭാരതം ഭാരതം വ്യാസനും കാളിദാസനും പിറന്ന ഭാരതം ബാപ്പുജിയും നെഹ്റുവും പിറന്ന ഭാരതം വ്യാസനും കാളിദാസനും പിറന്ന ഭാരതം ബാപ്പുജിയും നെഹ്റുവും പിറന്ന ഭാരതം വീരേതിഹാസം തിളങ്ങും ഭാരതം ധീരവീരഭൂമിയാണെന്റെ ഭാരതം വീരേതിഹാസം തിളങ്ങും ഭാരതം ധീരവീരഭൂമിയാണെന്റെ ഭാരതം സ്വതന്ത്ര കാഹളം മുഴക്കുമെന്റെ ഭാരതം സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം എന്റെ മാതൃഭൂമി ഭാരതം ഭാരതം എന്റെ ജന്മഭൂമി ഭാരതം ഭാരതം എന്റെ മാതൃഭൂമി ഭാരതം ഭാരതം എന്റെ ജന്മഭൂമി ഭാരതം ഭാരതം ഗംഗ തന്നൊഴുക്കിനാൽ പവിത്രമായ ഭാരതം അദ്വൈത കീർത്തിയാർന്ന ധന്യ ഭാരതം ഗംഗ തന്നൊഴുക്കിനാൽ പവിത്രമായ ഭാരതം അദ്വൈത കീർത്തിയാർന്ന ധന്യ ഭാരതം വിശ്വമാകെ കേളിക്കേട്ട
സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം, സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം, സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം, സ്വതന്ത്ര ഭാരതം ഇതെന്റെ ഭാരതം, ഇതെന്റെ ഭാരതം, ഇതെന്റെ ഭാരതം, ഇതെന്റെ ഭാരതം. നമ്മുടെ കൊച്ചു കൂട്ടുകാർ വളരെ നന്നായി അവതരിപ്പിച്ചു അല്ലേ? കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു കഥ കേട്ടാലോ? സ്വാഗതം ചെയ്യാം. ദീപ്ത ഫ്രം 4th C. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം എല്ലാവരും സ്വാതന്ത്ര്യദിനത്തിന്റെ സന്തോഷത്തിലാണല്ലോ. നമ്മളെ വേദനിപ്പിക്കുന്ന സ്വാഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആവേശം സിരകളെ ചൂട് പിടിപ്പിക്കുന്ന ഒട്ടനേകം വീരകഥകൾ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് പിന്നിലുണ്ട്. അങ്ങനെയുള്ള ധീരരായ 2 പെൺകുട്ടികളുടെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ കോമില്ല ജില്ലയിലായിരുന്നു സുനിധി ചൗധരി ജനിച്ചത്. കൊൽക്കത്ത സ്വദേശിയായിരുന്നു ശാന്തി ഘോഷ്. 2 പേരും ജുഗന്തർ പാർട്ടിയിൽ ചേർന്ന് വടി, തോക്ക്, ലാത്തി, കടാരക്കളി എന്നിവയിൽ പരിശീലനം നേടിയ മിടുക്കികളായിരുന്നു. ജീവിതം മാതൃരാജ്യത്തിനായുള്ള ത്യാഗമാണ് എന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ അവരുടെ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തി. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായിരുന്ന 2 പേരും സ്കൂൾ സമയത്ത് സ്കൂളിൽ നിന്നും ഇറങ്ങി ദൂരെയുള്ള കുന്നിൻ മുകളിൽ പോയി വെടിവെച്ച് പരിശീലിക്കുമായിരുന്നു. ധീര വിപ്ലവകാരിയായിരുന്ന അഖിൽ ചന്ദ്ര അവരെ പരിശീലിപ്പിച്ചിരുന്നു. എന്തു കാര്യവും ഏൽപ്പിക്കുവാൻ പോന്ന ധീരരായ 2 പെൺകുട്ടികളായിരുന്നു അവരെന്ന് അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ 1931 ഡിസംബർ 14 തണുത്ത പുലരിയിൽ പട്ടുഷാൽ പുതച്ച് സാരിയെടുത്ത 2 ചെറിയ പെൺകുട്ടികൾ ജില്ലാ മജിസ്ട്രേറ്റ് ബംഗ്ലാവിന് മുന്നിലിറങ്ങി. കോമില്ല ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ചാൾസ് ജെഫ്രി ബാക്ക്ലാൻഡ് സ്റ്റീവൻസിനെ കാണാൻ അവർ അനുമതി തേടി. ഇരുവരും മജിസ്ട്രേറ്റിന്റെ ഓഫീസ് മുറിയിൽ പ്രവേശിച്ചു. തന്റെ അധികാര സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുകയും രാജ്ഗുരു ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നീ വീരന്മാരെ തൂക്കിലേറ്റുകയും ചെയ്ത ആ മനുഷ്യനെ കാണാൻ അവർ അക്ഷമരായി നിന്നു. ഇരുവരും മജിസ്ട്രേറ്റിന്റെ ഓഫീസ് മുറിയിൽ പ്രവേശിച്ചു. സ്കൂൾ പെൺകുട്ടികളായിരുന്നതിനാൽ ബ്രിട്ടീഷ് പോലീസ് അവരെ സംശയിച്ചതേയില്ല. മീരാദേവി നീന്തൽ ക്ലബിനായുള്ള അപേക്ഷയായിരുന്നു അവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. അതിലും സംശയിക്കത്തക്കതായി ഒന്നും ഉണ്ടായിരുന്നതേയില്ല. സ്റ്റീവൻസ് കത്തെടുത്തു വായിച്ചു. കത്തിൽ ഒപ്പിടുവാൻ അദ്ദേഹത്തെ അവർ നിർബന്ധിച്ചു. ഒപ്പിട്ട കത്തുമായി അദ്ദേഹം മടങ്ങി എത്തിയപ്പോൾ കണ്ടത് നിറത്തോക്കുമായി തന്നെ ഉന്നം വെച്ച് നിൽക്കുന്ന 2 പെൺകുട്ടികളെയായിരുന്നു. അമ്പരപ്പ് മാറുന്നതിന് മുന്നേ തന്നെ സുനിത ചൗധരിയുടെ തോക്കിൽ നിന്ന് ആദ്യ ബുള്ളറ്റ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നെഞ്ചു തുളച്ചു കയറി. വിരൽത്തുമ്പിൽ സൂചി കുത്തിക്കയറ്റുന്നത് മുതൽ തങ്ങളെ കാത്തിരിക്കുന്ന കൊടിയ പീഡനങ്ങൾ ഒന്നും തന്നെ അവരെ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതേയില്ല. സ്റ്റീവൻസിന്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് 2ാമത്തെ ബുള്ളറ്റ് ശാന്തി ഘോഷ് നിറയൊഴിച്ചു. തങ്ങൾക്ക് വരാനിരിക്കുന്ന രക്തസാക്ഷിത്വം എന്ന മഹത്തായ പദവി മാത്രമേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. 14 വയസ്സാവാതിരുന്നതിനാൽ ജീവപര്യന്തം ശിക്ഷയും നാടുകടത്തലുമായിരുന്നു അവരെ കാത്തിരുന്നത്. കൊടിയ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും മുമ്പിൽ ഒരിക്കൽ പോലും തങ്ങളുടെ സംഘടനയുടെ പേര് വെളിപ്പെടുത്താനോ സ്വാഭിമാനം വെടിയാനോ അവർ തയ്യാറായില്ല. ഇവരുടെ കണ്ണു നനയിക്കുന്ന കഥ നമ്മൾക്കും പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇനിയൊരു ഗാനമാണ്. അതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിഥി എസ് ബൽരാജ് ഫ്രം 3rd C. ഭാരതം 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 ഇതെന്റെ പുണ്യഭൂമി ഭാരതം 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 ജനിച്ച നാടിതിത്ര മോഹനം 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 ഇതെന്റെ പുണ്യഭൂമി ഭാരതം 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 ജനിച്ച നാടിതിത്ര മോഹനം 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 ധന്യയാമി ഹർഷപൂവിൽ ഗീതകങ്ങൾ പാടിടാം അതിൻ്റെ താളവീചിൽ അലിഞ്ഞലിഞ്ഞു ചേർന്നിടാം ഇതെന്റെ പുണ്യഭൂമി ഭാരതം 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 ജനിച്ച നാടിതിത്ര മോഹനം
മോഹനം മോഹനം. വീരമൃത്യു പുൽകിയോർത്തു ധീരസ്വരാജ സ്നേഹികൾ, സമരങ്ങൾ തീർത്തു നേടിയതാണി മാതൃഭൂമി തെന്മോചനം. വീരമൃത്യു പുൽകിയോർത്തു ധീരസ്വരാജ സ്നേഹികൾ, സമരങ്ങൾ തീർത്തു നേടിയതാണി മാതൃഭൂമി തെന്മോചനം. അവർ പകർന്ന ജ്വാലയിൽ ജ്വലിച്ച് നാം ഈ ആളിപ്പടർന്നിടാം. മാറ്റത്തിൻ്റെ ശങ്കുലി മുഴങ്ങി മുന്നേറിടാൻ സമയമാ. ഇതെൻ്റെ പുണ്യഭൂമി ഭാരതം ഭാരതം ഭാരതം. ജനിച്ച നാടിനെത്ര മോഹനം മോഹനം മോഹനം. മതങ്ങളേറെ ജാതികൾ ഇവിടെ വിവിധ ഭാഷവേഷങ്ങൾ, എന്നാലും നാം മറന്നിടല്ലേ ഇന്ത്യ എൻ്റെ സ്വന്തം മാതൃരാജ്യം. മതങ്ങളേറെ ജാതികൾ ഇവിടെ വിവിധ ഭാഷവേഷങ്ങൾ, എന്നാലും നാം മറന്നിടല്ലേ ഇന്ത്യ എൻ്റെ സ്വന്തം മാതൃരാജ്യം. നമ്മിൽ സ്പർദ്ധ വളർത്തുന്നവരെ അകറ്റി ദൂരെ നിർത്തിടാം. സ്നേഹ സന്ദേശം നൽകും ഈ ഗാനബാലപിച്ചു വരികയായി. ഇതെൻ്റെ പുണ്യഭൂമി ഭാരതം ഭാരതം ഭാരതം. ജനിച്ച നാടിതെത്ര മോഹനം മോഹനം മോഹനം. ഇതെൻ്റെ പുണ്യഭൂമി ഭാരതം ഭാരതം ഭാരതം. ജനിച്ച നാടിതെത്ര മോഹനം മോഹനം മോഹനം. അതിമനോഹരമായ ഗാനമായിരുന്നു അത്. ഇനി നമുക്ക് ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായി സ്വാഗതം ചെയ്യാം അന്ന ജൂഡ് ഷൈൻ ഫ്രം 4th D. മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പേര് അന്ന ജോഡ്ഷൻ. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിമാനവും നിറഞ്ഞ ദിവസമാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് 200 വർഷത്തോളം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രരായത്. ഈ ദിനം ത്രിവർണ്ണ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോടു കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത്. ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനം ആഹ്ലാദത്തിൻ്റെ ദിനം മാത്രമല്ല, സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരരെ സ്മരിക്കലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൂടിയാണ്. ശത്രു രാജ്യങ്ങളിൽ നിന്ന് നമ്മെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ അഭിമാനിതരായ പട്ടാളക്കാരെയും ഈ ദിനം നാം ഓർക്കണം. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെ ധീര സൈനികരുടെയും ത്യാഗത്തിനു മുമ്പിൽ ശിരസ് നമിക്കാം. ഒപ്പം ഭാരതത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന് ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇനി ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് അവതരിപ്പിക്കുന്നത് അക്ഷര സുരേഷ് ഫ്രം 3rd E. Good morning, my dear friends. Today is a special day. I think you all know the specialty of today. Yes, today is August 15, our Independence Day. I wish you all a very happy Independence Day. On August 15, 1947, we got freedom from British rule. Do you know how we got freedom? It was not an easy task, but with our great freedom fighters of India, they never give up to make India free from British rule. On this occasion, we remember all their sacrifices that our freedom fighters did, such as Mahatma Gandhi, Subhash Chandra Bose, Chachaji, and many others fought to make India free from British rule. On this occasion, we remember all their sacrifices and thank them. This day reminds us to live in love, peace, and harmony. So, dear friends, I am concluding my words. Thank you. I am proud to be Indian. I love my country very much. Thank you. Jai Hind. റേഡിയോ സിയുവിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർവെൽ.
ഇന്റർവെല്ലിൽ അടുത്തതായി അറബിക് ദേശഭക്തി ഗാനം. അവതരിപ്പിക്കുന്നത് ഹന ഹെബിൻ, മിസന്ന നസീം, ഫാത്തിമ സൈൻ, ഐൻ ഫാത്തിമ, ഫാത്തിമ ഫിനാന, നൂറ ഫാത്തിമ, ആയിഷ ഇൽഫ, അലൈന നസ്രീൻ ആൻഡ് ഫാത്തിമ ഫിൽസ. യാ ബിലാദി യാ ബിലാദി യാ ബിലാദി നഹ്നു നഹിബു ഫിൽ ഹയാതി ബിലാദി. യാ ബിലാദി യാ ബിലാദി യാ ബിലാദി നഹ്നു നഹിബു ഫിൽ ഹയാതി ബിലാദി. യാ ബിലാദി യാ ബിലാദി യാ വതൻ ഹിന്ദുനാ. യാ വതൻ യാ വതൻ യാ വതൻ ഹിന്ദുനാ ഫഖ്റുനാ ശിയമുനാ. യാ വതൻ യാ വതൻ യാ വതൻ ഹിന്ദുനാ ഫഖ്റുനാ ശിയമുനാ. യാ ബിലാദി യാ ബിലാദി യാ ബിലാദി നഹ്നു നഹിബു ഫിൽ ഹയാതി ബിലാദി. യാ ബിലാദി യാ ബിലാദി യാ ബിലാദി നഹ്നു നഹിബു ഫിൽ ഹയാതി ബിലാദി. أنت ظل واسع نحن نستريح أنت بستان جميل فيك أزهار. أنت ظل واسع نحن نستريح أنت بستان جميل فيك أزهار. فيك أشجار نهر بحر كلها كل الأشياء. فيك أشجار نهر بحر كلها كل الأشياء. يا بلادي يا بلادي يا وطن هندنا. هندنا فخرنا شيمنا. هندنا فخرنا شيمنا. يا بلادي يا بلادي يا بلادي نحن نهب في الحياة بلادي. يا بلادي يا بلادي يا بلادي نحن نهب في الحياة بلادي. ഇഫ്സ മൈവിൻ എന്ന കൊച്ചു കൂട്ടുകാരി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പ്രസംഗം കേട്ടാലോ? Good morning, everyone, respected teachers and my dear friends. Today is a very special day for our country, India. We are celebrating our nation's 78th Independence Day. Do you know what independence means? It means being free and to make our own choices. A long time ago, India was ruled by a country called Britain. But the brave freedom fighters like Mahatma Gandhi, Subhash Chandra Bose, Jhansi Rani, Jawaharlal Nehru fought for our freedom. Finally, on August 15th, 1947, our India became an independent country. So, my dear friends, it's our duty to protect India and our culture. Be proud to be an Indian. Jai Hind. Thank you. ദേശസ്നേഹമുണർത്തുന്ന കഥയും പാട്ടും ചിന്തകളും കൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തെ കൂടുതൽ മനോഹരമാക്കി റേഡിയോ സിയുവിനോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് JLPSU ക്യാമ്പസിലെ കൊച്ചു കൂട്ടുകാരാണ്. ഈ ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ സിയുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും പ്രോഗ്രാമുകൾ ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും JLPSU ക്യാമ്പസിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. Signing off, it's me, RJ Jagat.